സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. സംസ്ഥാനത്ത് നാളെ മുതൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്? മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടോ? സംസ്ഥാനത്ത് മഴ വരും ദിവസങ്ങളിൽ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് ഒരു ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇപ്പോൾ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് വരുന്ന 5 ദിവസത്തെ മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ജില്ലകളിലെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതുപോലെ 22-ാം തീയതി 5 ജില്ലകളിലും 23-ാം തീയതി 6 ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ഈ ഓറഞ്ച് മുന്നറിയിപ്പ് അതിശക്തമായ മഴയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോ മുന്നറിയിപ്പുകളും ഈ ജില്ലയിലൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ ഇപ്പോൾ മഴ കനക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും മഴ ആയിരിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കാലവർഷം സംസ്ഥാനത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഒരാഴ്ചയ്ക്കകം തന്നെ മഴയുടെ ഒരു സ്വാധീനം കുറഞ്ഞിരുന്നു. അത് ഈ കാലവർഷ കാറ്റിന്റെ സ്വാധീനം സംസ്ഥാനത്ത് കുറവായിരുന്നത് കൊണ്ടാണ്. നിലവിലിപ്പോൾ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായി തന്നെ സംസ്ഥാനത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അമൃത. സ്വാന്തന സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.